PSC പരീക്ഷാ തട്ടിപ്പിൽ പരാതി പ്രളയം തുടരുന്നതിനിടെ ഇന്നു മുതൽ മൊഴിയെടുപ്പ് ആരംഭിക്കും. ആസൂത്രണ ബോർഡ് KS നിയമനങ്ങളിലെ ക്രമക്കേടുകൾ പരാതിപ്പെട്ട 4 പേരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുകയാണ്. മൊഴിയെടുത്തതിന് ശേഷം PSCയിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്താനും SIT നീക്കം ആരംഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് S. ശാലിനി ചേരുന്നു. ശാലിനി, PSC പരീക്ഷയെ സംബന്ധിച്ച വലിയ ആക്ഷേപങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നത്. അത് KS പരീക്ഷയിൽ അടക്കം ഈ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ശക്തമാണ്. എന്തായാലും പരാതിപ്പെട്ടവരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം PSCയിലെ രേഖകളും പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തുമെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ക്രമക്കേടുകളാണ് PSC ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വിശ്വസിച്ചിരിക്കുന്ന സർക്കാർ സംവിധാനത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷയിൽ തിരിമറി നടന്നിട്ടുണ്ട്. ഉത്തര പേപ്പറുകൾ അടക്കം തിരിമറി നടത്തി. KS പരീക്ഷയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചിന് ആദ്യമേ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന് മുൻപിലേക്കും പിന്നീട് കേസ് അന്വേഷണം ഏറ്റെടുത്ത SITയുടെ മുൻപിലേക്കും 1 ഡസനിലധികം പരാതികളാണ് നിലവിലെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഈ പരാതികൾ നൽകിയ ആദ്യഘട്ടങ്ങളിൽ PSCയുടെ ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താൻ SIT സംഘം ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് 4 പേരുടെ മൊഴി തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം. SIT സംഘം തന്നെയായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക. ഇതിനുശേഷം ഏതെങ്കിലും തരത്തിൽ മൊഴിയിൽ വ്യത്യാസമോ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും PSCയിൽ നിന്ന് വിവരങ്ങൾ വിളിച്ചു വരുത്താൻ, ഫയലുകളടക്കം വിളിച്ചു വരുത്താൻ നടപടികളിലേക്ക് SIT സംഘം കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത്. കൂടാതെ തന്നെ 1 ഡസനിലധികം പരാതികൾ എത്തിയിരിക്കുമ്പോൾ ആ പരാതിയിന്മേൽ കൂടുതൽ നടപടിയിലേക്ക് SIT സംഘവും ക്രൈംബ്രാഞ്ചും കടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇന്നത്തെ ഈ മൊഴിയെടുക്കൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം പരാതികൾ ഉന്നയിച്ച കുറച്ചധികം ആളുകളുണ്ട്, മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച ആളുകളുണ്ട്. ഇവരിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ SIT സംഘം ഫോണിലൂടെ വിവരശേഖരണം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ നിർണായക മൊഴിയെടുക്കൽ നടപടികൾ തുടരുന്നത്. ആ മൊഴിയെടുക്കലിന്റെ തുടർ നടപടികളുടെ ഭാഗമായി PSCയിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തിയ ശേഷം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാനായിരിക്കും SIT സംഘം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരീക്ഷാ ക്രമക്കേടുകളും അട്ടിമറിയുമാണ് PSC കേന്ദ്രീകരിച്ച് PSCയുടെ വിവിധ പരീക്ഷകളിൽ നടന്നത്. അതിൽ പ്രധാനമായും ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ അടക്കം നടന്നത് വലിയ രീതിയിലുള്ള വീഴ്ചകളും കെടുകാര്യസ്ഥതയുമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഇത്തരത്തിൽ മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും മൊഴിയെടുക്കലിന് എല്ലാവരും എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ആ മൊഴിയെടുക്കലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്കും SIT കടക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും കടുത്ത നടപടികൾ, നിലപാടുകൾ SITയുടെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ മൊഴിയെടുക്കലിന് ശേഷം ഈ വീഴ്ചകൾ സംഭവിച്ച അല്ലെങ്കിൽ വീഴ്ചകൾ വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. വിനോദ്. ശരി ശാലിനി, എന്തായാലും 4 പേരുടെ മൊഴി ഇന്ന് എടുക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അല്ലേ? അതെ, PSCയെ സംബന്ധിച്ച പരാതിയിലാണ് ഇന്ന് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കാര്യത്തിൽ SIT സംഘം കൃത്യമായ അന്വേഷണം നടത്തിയാൽ നിരവധി പ്രമുഖർ തന്നെ കുടുങ്ങേണ്ടി വരും. അതായത് ചെയർമാൻ ഒരു നല്ലൊരു കളി ഇതിനകത്ത് നടത്തി, പക്ഷേ പൊളിഞ്ഞുപോയി അവസാനം. അതാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.